ഇന്ത്യയിലെ മോസ്റ്റ് സെലിബ്രേറ്റഡ് ഡയറക്ടേഴ്സ് എസ് രാജമൗലിയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ. മോഡേൺ മാസ്റ്റേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ രാജമൗലി പറയുന്നത്, എന്നെ സിനിമയിലേക്ക് ധൈര്യത്തോടെ ഇറക്കി വിട്ടത് എൻ്റെ അമ്മയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ എൻ്റെ അമ്മ ഒരിക്കലും എന്നെ നിർബന്ധിച്ചിട്ടില്ല. പകരം കോമിക് ബുക്കുകൾ വാങ്ങിച്ചു തരും, സ്റ്റോറി ബുക്സ് വാങ്ങിച്ചു തരും, കുറേ കഥ പറഞ്ഞു തരും. അതാണ് സിനിമയിലെ എൻ്റെ കരുത്ത്, കഥയിലെ എൻ്റെ കരുത്ത്. നിങ്ങൾ ഏത് സെലിബ്രിറ്റീസിനെ എടുത്തു നോക്കിയോ, അവരുടെ പിന്നിലൊരു സ്ട്രോങ് ആയിട്ടൊരു അംബീഷ്യസ് ആയിട്ടൊരു അമ്മയെ കാണാൻ പറ്റും. ഇത് ഗോസ്പലിൽ നമ്മളത് കാണുന്നുണ്ട്. യോഹന്നാൻ്റെയും യാക്കോബിൻ്റെ അമ്മ സ്ട്രോങ് ആണ്, അംബീഷ്യസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ക്രിസ്തു പഠിപ്പിച്ച് നടക്കാണ്, ഒരു സമ്പാദ്യമില്ല, ഒരു വീടില്ല. ആ സമയത്തും ക്രിസ്തു ഒരു രാജ്യം ഉണ്ടാക്കുമെന്ന് വിശ്വസിച്ചവളാണ് ഈ അമ്മ. അതുമാത്രമല്ല, ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ഈ അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട് കല്ലറയിൽ അടക്കുമ്പോൾ ആ കല്ലറയിലേക്ക് പോയ കൂട്ടത്തിലും ഈ അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എത്ര സ്ട്രോങ് ആണ് ഈ അമ്മയുടെ ആഗ്രഹം എന്ന് നോക്കുക, എത്ര സ്ട്രോങ് ആണ് ഈ അമ്മയുടെ ബിലീഫ് എന്ന് ഓർക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്വപ്നങ്ങളുണ്ടാവണം, ആഗ്രഹങ്ങളുണ്ടാവണം, അതിനുവേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം. അതൊരു മോശം കാര്യമല്ല, അത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹവും എൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹവും അത് സെയിം ആവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹത്തിലേക്ക് കുഞ്ഞിനെ മോൾഡ് ചെയ്യേണ്ട, നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിനൊരു ആഗ്രഹമുണ്ടല്ലോ, അതിലേക്ക് മോൾഡ് ചെയ്യാനാണ് അമ്മമാർ ശ്രമിക്കേണ്ടത്.